പ്രപഞ്ചം മുഴുവനും ഒരു തുറന്ന പുസ്തകമാണ് നമുക്ക്. ആ പുസ്തകത്തിൽ അനവധി ഏടുകളുണ്ട്, അനവധി വിവരണങ്ങളുണ്ട്, അനവധി വർണ്ണനകളുണ്ട്. സാധാരണ പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ എഴുതി ഉണ്ടാക്കിയതാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന രചന അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ മുൻപിൽ ദൃശ്യങ്ങളും ശ്രവ്യങ്ങളുമായി പലതുമുണ്ട്. അതിൽ എഴുതണത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്. ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എഴുതി പഠിച്ചോളാം. മലമ്പാമ്പിനെ കണ്ടിട്ട് അവധൂതന് പറയാനുള്ളതടാ, ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ യദൃച്ഛയൈവാപതിതം ഗ്രസേത് ആജഗരോ അക്രിയ. അതുപോലെയാണ് ഞാൻ, അവധൂതൻ പറയുന്നു, ഞാൻ എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രയത്നിക്കാറില്ല, മലമ്പാമ്പല്ല. അതുകൊണ്ട് കവുന്ന് കിടന്ന് ഞാൻ എഴയണമൊന്നുമില്ല, നടക്കണത് രണ്ട് കാലില്ല. അങ്ങനെയാണെങ്കിലും എൻ്റെ വൃത്തി ആജകര വൃത്തിയാണ്, പരിശ്രമിക്കാതെ ഞാൻ ഇരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഈശ്വരീയമായ പശ്ചാത്തലത്തിലാണ്. ആരോടും ദേഷ്യപ്പെട്ടിട്ടോ കോപിച്ചിട്ടോ കുടുംബത്തിൽ നിന്ന് കലഹമുണ്ടാക്കി പുറത്തു കിടന്നിട്ടോ അല്ല. ജീവിതത്തെ സമഗ്രമായി നോക്കി ലോകത്തെ മുഴുവനും വിശകലനം ചെയ്ത് പഠിച്ച് ഇതിൻ്റെ പിന്നിൽ വിശേഷപ്പെട്ട ഒരു ബുദ്ധിഹസ്തം ഉണ്ടാവണം. അതിൻ്റെ കീഴിലാണ് എല്ലാവരും ഇവിടെ കഴിയുന്നത്. പഞ്ചഭൂതങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നുവോ അതുമാതിരി ഭൗമമായിരിക്കുന്ന ജീവജാലങ്ങളും ഇവിടെ നിലനിൽക്കും. ഒന്ന് വേറെ ഒന്നിന് ഭക്ഷണം, അതിന് വേറെ ഒന്ന് ഭക്ഷണം. ജീവോ ജീവസ്യ ജീവനം. ചില ജീവങ്ങൾക്ക് ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കാം ഭക്ഷണം, കായ്കറികളാകാം. പൂഴിപ്പൊളയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ പൂഴിപ്പൊളയന് പൂഴിയാണത്രേ ഭക്ഷണം, അത് മണ്ണിൻ്റെ പൊടിയാണ് തിന്നുക. വാസ്തവാണോ എന്നുള്ളത് എനിക്കറിയില്ല. പൂഴിപ്പൊളയൻ എന്നാ പാമ്പിന് പേര്, ഞാനതിനെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ചിലതൊക്കെ പഞ്ചഭൂതങ്ങൾ തിന്ന് ജീവിക്കും. ജീവജാലങ്ങൾ, വൃക്ഷങ്ങളും ലതകളും ഒക്കെ എങ്ങനെയാ? ഏത് സസ്യവും ഉണ്ടാവുന്നത് ഭൂമിയിലാണ്. ആ ഭൂമിയിൽ ധാതുക്കളും ലവണങ്ങളും ധാരാളമുണ്ട്. പുറമേ കാറ്റുണ്ട്, സൂര്യകിരണങ്ങളുണ്ട്, പോരാത്തതിന് കാലാകാലത്ത് മഴയുമുണ്ട്. അപ്പോൾ വെള്ളം, സൂര്യകിരണങ്ങൾ, ചന്ദ്രകിരണങ്ങൾ, കാറ്റ്, ഭൂമിയിലുള്ള ഭൗമമായിരിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ അല്ലേ അവർക്ക് ഭക്ഷണം, ഈ ചെടികൾക്ക്. അപ്പം ചെടികൾക്ക് ഈ ഭൗമഭക്ഷണം കഴിക്കാമെങ്കിൽ ചില ജീവജാലങ്ങൾക്കും വേണ്ടി വന്നാൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഴിച്ചു. ആ ചെടികളെ ജീവജാലങ്ങളും മനുഷ്യരും ഭക്ഷിക്കണം. എന്നിട്ട് മനുഷ്യനോ അവസാനം ചെത്തു വീണാൽ എന്താവും? കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ ചേരും, ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളോട് കൂടി ചേരും. അപ്പോൾ ഒരു ജീവൻ ജീവിച്ചിട്ട് മരിക്കുന്ന സമയത്ത് അത് സസ്യലതാദികൾക്കും മറ്റുള്ള ജീവനുമൊക്കെ വളമായി പോഷകാംശമായി പരിണമിക്കുക. കാട്ടിൽ ചെന്ന് നോക്കൂ, വൻകാടിൽ അവിടെ പുല്ല് തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ തിന്ന് ജീവിക്കുന്ന മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ആ മാംസഭുക്കുകളുടെ ശരീരം വീഴുമ്പോൾ ആ മണ്ണിലത് ദഹിക്കും, ദഹിച്ചിട്ടോ പുല്ലായിത്തീരും. അങ്ങനെ വലിയ ഒരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് വേറെ ഒന്നിന് ജീവനമായി തീരുന്നു. അങ്ങനെ ഈ മലമ്പാമ്പും അതുപോലെ ഒന്ന്. ആ മലമ്പാമ്പിനെ കണ്ട് ഞാൻ പഠിച്ചു, ഞാൻ മലമ്പാമ്പ് വൃത്തൻ ആയിട്ടിരിക്കാൻ പോവാ. അതാണ് എൻ്റെ ജീവിതവൃത്തി. ഞാനും മിണ്ടാണ്ടിയിരിക്കുന്നു. അത് എന്തിൻ്റെ പേരിലാ? ഈ ലോകം മുഴുവനും സന്ധാരണം ചെയ്യുന്ന ഒരു ഈശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഈശ്വരനുള്ള പൂർണ്ണ സമർപ്പണമായി ആശകളെയും നിരാശകളെയും എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഭഗവത് സമർപ്പണമായി ചെയ്ത് അങ്ങനെ ഈശ്വരനെ ഓർത്ത് കഴിയാണ്. ആ ഓർത്ത് കഴിയുന്നതിൽ എന്ത് ഒരു സ്പോർട്സാണ്. ആരെങ്കിലും ആ സ്പോർട്സിൽ പ്രവേശിച്ചു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അവർക്ക് എന്താ തോന്നുക? എൻ്റെ ഡിസ്ട്രിക്റ്റിൽ ചാമ്പ്യൻ ആവണമെന്ന്. ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയാൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവണമെന്ന് തോന്നും. പോരാ, മതിയോ? ഇല്ല, നാഷണൽ ദേശീയ ചാമ്പ്യൻ ആവണമെന്ന് തോന്നും. മതിയോ? പോരാ, ഒളിമ്പിക്സിൽ പോകണം, ഏഷ്യാഡിൽ പോകണം, കോമൺവെൽത്ത് ഗെയിംസിൽ പോകണം തോന്നില്ലേ? അതുമാതിരി ഈ അധ്യാത്മ സാധകന്മാർക്കും പടിപ്പടിയായി കയറി മാക്സിമം എത്തണം എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാവും. അതാണ് ഈ ചിലർ അവധൂതന്മാരാവുന്നത്. മലമ്പാമ്പ് ജീവിക്കുന്നുണ്ട് പ്രയത്നിക്കാതെ എന്നുണ്ടെങ്കിൽ എനിക്കും ജീവിച്ചൂടെ എൻ്റെ പൊന്നീശ്വര? അങ്ങല്ലേ മലമ്പാമ്പിനെ സൃഷ്ടിച്ചത്? ആ മലമ്പാമ്പ് പ്രയത്നിക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വംശം അറ്റിട്ടില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനായിരിക്കുന്ന ഞാൻ ആചകരവൃത്തനായി ജീവിക്കും, എനിക്കും വേണം അതുപോലെ എന്നൊരു ഉത്സാഹം അവർക്ക് തോന്നുക. ആരാ അവരെ തടുത്തു നിർത്താൻ? മനുഷ്യൻ്റെ മനസ്സിന് മാത്രം നിങ്ങളൊരൊറ്റ ആളും അതിർത്തി കെട്ടരുത്. ഇന്ന ഇടം വരെ പോകാവൂ എന്ന് മനസ്സിനോട് പറയരുത്. ബാക്കി വല്ലവരോടൊക്കെ പറഞ്ഞോളൂ, ദേഹത്തോട് പറഞ്ഞോളൂ. മനസ്സിന് കയറാൻ പറ്റാത്ത കൊടുമുടിയില്ല, ബുദ്ധിക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്തതായ പ്രതിസന്ധികളില്ല. എല്ലാറ്റിനുമുണ്ട് നമുക്ക് പരിഹാരം, എല്ലാറ്റിനുമുണ്ട് പരിഹാരം. യദൃച്ഛയൈവാപതിതം ഗ്രസയേത് ആജഗരോ അക്രിയഃ ശയീതാഹാനി ഭൂരീണി നിരാഹാരോ അനുപക്രമഃ യദി നോപനമേദ്ഗ്രാസോ മഹാഹിരിവ ദിഷ്ടഭുഗ്.
നിങ്ങളിതൊക്കെ എങ്ങനെയാണ് കേൾക്കുന്നത് കൂട്ടരെ, പ്രേക്ഷകരെ? എനിക്ക് സംശയം തോന്നുന്നു. സംശയമില്ല, ഒരു ഉത്കണ്ഠ തോന്നുക. എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ഗ്രഹിക്കണേന്ന്. എല്ലാവരും പറഞ്ഞു ഉദ്ധവഗീത പറയണം പറയണം പറയണമെന്ന്. ആ ഉദ്ധവഗീത എന്ന് പറഞ്ഞാൽ കൃഷ്ണപരമാത്മാവ് കണ്ണിലുണ്ണിയായ ഉദ്ധവന് പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. ആ ഉപദേശത്തിൻ്റെ ഭാഗങ്ങൾ നോക്കൂ, എന്തൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന്. മലമ്പാമ്പായി ഇപ്പോൾ ഇവിടെ. ആ മലമ്പാമ്പാണ് മനുഷ്യജീവിതത്തിൽ ഭക്തന്മാർക്കും അധ്യാത്മ ജിജ്ഞാസുക്കൾക്കും പരമാവധിയുള്ള ആദർശം. പരമാവധി. എന്തൊക്കെയാണ് നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത്. ആശ്രമത്തിൽ വരുന്ന പലരും, ഇപ്പം അദ്ദേഹം ചെന്നൈയിലാണ്, സ്വന്തമായിട്ടൊരു കമ്പനി വരെ സ്ഥാപിച്ചിട്ടുണ്ട് ചില സഹായികളോടുകൂടി. രാജൻ. ആ രാജൻ എന്നോട് പറയുക, സ്വാമിജി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഒക്കെ വളരെ ക്ലിയറാണ്, സ്പഷ്ടമാണ്, സന്തോഷമാണ് ഞങ്ങൾക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോയി ആഫീസിൽ പോയി ആ ഡെസ്കിൻ്റെ അവിടെ ചെന്നാലുണ്ടല്ലോ, വി ആർ ഇൻവോൾവ് ഇൻ ദ റാറ്റ് റേസ് എന്നാണ് പറയുന്നത്. റാറ്റ് റേസ്, എലികളെ മാതിരി ഓടേണ്ടി വരണമെന്ന്. അതാണ് മനുഷ്യരുടെ സ്വഭാവം. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒരു അവധൂത വൃത്തിയെ കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞത് പ്രമാണമാക്കി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്താ ആലോചന? എനിക്കൊരു ഉത്കണ്ഠയുണ്ട്. എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങൾ തന്നെ ആലോചിക്കും. അപ്പോൾ പറയാണ്, ശയീതാഹാനി ഭൂരീണി നിരാഹാരോ അനുപക്രമ. ശയീത, കിടക്കണം. അഹാനി ഭൂരീണി, എത്ര ദിവസം വേണ്ടി വന്നാലും കിടക്കണം. കിടന്നിടത്ത് മലമ്പാമ്പ് കിടക്കണില്ലേ? എനിക്കിന്ന് ഭക്ഷണം കിട്ടിയില്ല. ആരോടാ മലമ്പാമ്പ് ദേഷ്യപ്പെടുക? ആർക്കാണ് ഇലക്ട്രോണിക് മെയിൽ അയക്കുക? ഇൻ്റർനെറ്റിൽ വല്ലതും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ മലമ്പാമ്പിന്? പറ്റില്ലല്ലോ. അപ്പം മലമ്പാമ്പ് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കും. ഇങ്ങനെ വായ തുറക്കാൻ തയ്യാറായിട്ടിരിക്കണമല്ലോ. ഉറക്കം വരും, ഉറങ്ങും. എന്നിട്ട് അങ്ങനെ കിട്ടുന്നത് വരെ അതവിടെ കിടക്കുന്നു. ആ മലമ്പാമ്പ് ചെത്തിട്ടില്ല, അത് കഴിഞ്ഞു കൂടുന്നു. അതിന് വയസ്സായി ക്ഷീണം വന്ന് ചാവുന്നതൊഴികെ ഭക്ഷണം കിട്ടാതെ ഒരു മലമ്പാമ്പും ചെത്തിട്ടുണ്ടാവില്ല. ശയീതാഹാനി ഭൂരീണി, ഭൂരീണി കുറേ ദിവസം വേണ്ടി വന്നാൽ, അഹാനി കുറേ ദിവസങ്ങൾ, ശയീത നിരാഹാര അനുപക്രമ ആഹാരമില്ലാതെ. പ്രേക്ഷകരെ, സ്വാമിജി എന്തിനാ ഇത് പറയുന്നത്? ഭാഗവതത്തിൻ്റെ സന്ദേശം വെളിപ്പെടുത്താൻ. ഭാഗവതം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു മഹാസ്ത്രമുണ്ട്. ആ മഹാസ്ത്രത്തിന് ദൈഹികമായി ഈ ജീവിതമുണ്ടല്ലോ, ആ സമ്പർക്കാത്മക ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾക്ക് ഡിനയൽ ഇല്ല എന്ന് തോന്നുന്നുവോ, ആ ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ നേരിടാനുള്ള ഒരു മനസ്സമ്പന്നത നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആ അവധൂതനെക്കുറിച്ച് ഓർമ്മ വയ്ക്കൂ, മലമ്പാമ്പിനെ കുറിച്ച് ഓർമ്മ വയ്ക്കൂ, ഉദ്ധവനോട് കൃഷ്ണൻ സംസാരിക്കുന്നത് ഓർമ്മ വയ്ക്കൂ. എന്നിട്ട് വിചാരിക്കൂ, അതുപോലെ ഒരു മനസ്സ് എനിക്കുണ്ട്. അവധൂതന് മാത്രമുള്ള മനസ്സല്ല, കൃഷ്ണന് മാത്രമുള്ള മനസ്സല്ല, ഉദ്ധവന് മാത്രമുള്ള മനസ്സല്ല, യദുചക്രവർത്തിക്ക് മാത്രമുള്ള മനസ്സല്ല. എനിക്കുമുണ്ട് ആ മനസ്സ്, എനിക്കുമുണ്ട് ആ മനസ്സ്. ആ മനസ്സ് ഉള്ളിടത്തോളം കാലം ഞാൻ ഇല്ലപ്പാട്ട് പാടില്ല. എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നിങ്ങനെയുള്ള ഇല്ലപ്പാട്ട് ഞാൻ പാടില്ല. പാടാതെ ഞാൻ ഉണ്ട് എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കും. ഈ സന്തോഷം ജനിപ്പിക്കാൻ നിങ്ങളുടെ പാഞ്ചഭൗതികമായ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ശയീതാഹാനി ഭൂരീണി നിരാഹാരോ അനുപക്രമ. അനുപക്രമ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രത്യേകമായിട്ട് ഒരു സംരംഭമൊന്നും പുറപ്പെടണ്ട. അയ്യോ ഇന്നലെയും മിനിഞ്ഞാന്നും ആഹാരം കിട്ടിയില്ല, എന്തെങ്കിലും ഒന്ന് ഇഴഞ്ഞു നോക്കുക എന്ന് വിചാരിക്കരുത്. അതൊരു പരാജയമാണ്. കിടന്നെടുത്ത് കിടന്നോളൂ. വരരുചിയുടെ കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ, കേരളത്തിലുള്ളവരെല്ലാവരും വായുണ്ടെങ്കിൽ ഇരയും ഉണ്ടാവുന്ന. നമുക്ക് വായ തന്നതാരാ? കുടലുണ്ടാക്കിയത് ആരാ? ആമാശയം ജഠരാഗ്നിയൊക്കെ ഉണ്ടാക്കിയത് ആരാ? കണ്ണുപൊട്ടനാണോ? അന്ധനാണോ? അത് രചിച്ചിട്ടുള്ള ഈശ്വരൻ ആ വായ്ക്കും ആ ജഠരാഗ്നിക്കും കൊടുക്കാനുള്ള ആഹാരവും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ആഹാരം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഈ ഭൂമിയിൽ സസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? മാംസബുക്കുകൾക്ക് പോലും അവരേത് മാംസമാണ് കഴിക്കുന്നത്? സസ്യം തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുടെ മാംസമാണ് കഴിക്കുന്നത്. ആ മാംസമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം മുഴുവനും ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഭൂമി അങ്ങനെ ഭക്ഷണ സമൃദ്ധമല്ലാത്തൊരു ഭൂമി ആയിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ഭൂമിയെ ഇങ്ങനെ ഭക്ഷണ സമൃദ്ധമാക്കി തീർത്തതാരാ? നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അല്ല, ജഗതീശ്വരനാണ്. അപ്പം ആ ഈശ്വരന് കുറച്ചും കൂടി മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അപ്പോഴും അനങ്ങരുത് എന്നാണ് പറയുന്നത്. നിരാഹാരോ അനുപക്രമ യതി നോപനമേദ്ഗ്രാസോ, യതി ഒരു പക്ഷേ നോപനമേദ്ഗ്രാസോ, ഒരു ഭക്ഷണവും അടുത്ത് വന്നില്ല, ആരും തന്നില്ല എന്നുണ്ടെങ്കിലോ, മലമ്പാമ്പിൻ്റെ കാര്യത്തിൽ വല്ല ഇഴജന്തുക്കളോ മറ്റുമാകാം, അല്ലെങ്കിൽ പക്ഷികളാകാം. അവധൂതൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള പക്ഷിയൊന്നും തിന്നുന്നവനല്ല ആള്.
അവർക്ക് വല്ലവരും മനുഷ്യന് തന്നെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ ആരും ഒന്നും കൊണ്ടുവന്നില്ല ഗ്രാസം കഴിക്കാനുള്ള കബളം എന്നുണ്ടെങ്കിലോ മഹാഹിരിവ ദിഷ്ടഭുക്, മലമ്പാമ്പ് പോലെ ദിഷ്ടഭുക്. ആ പദം ഈ ഭാഗവത കർത്താവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദിഷ്ടഭുക്, ദിഷ്ടം ദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോവിഡൻസ് എന്നാണ് എനിക്ക് നല്ലൊരു ഇംഗ്ലീഷ് വാക്ക് പറയാൻ തോന്നുന്നത്. ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്ക് ദൈവം, ദേവനല്ല ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ള ശക്തി മാനുഷമാണ്. മാനുഷം, മാനുഷത്തിന് ഓപ്പോസിറ്റാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ദേവനോ ഈശ്വരനോ അല്ല, മനുഷ്യാതീതമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ചിത് ശക്തി വൈഭവം. ആ വൈഭവത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. ആ ദിഷ്ടം, എനിക്ക് ആ ദിഷ്ടം തലയിലെടുത്ത് എന്ത് കൊണ്ടുവരുന്നുവോ അതിനെങ്ങനെ ഭുജിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുക. മഹാഹിരിവ ദിഷ്ടഭുഗ്. മനസ്സാണല്ലോ വിശപ്പ് തോന്നിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് മതി നിറഞ്ഞു എന്ന് തോന്നുന്നത് മനസ്സിലാണ്. അതേ മനസ്സിന് ഭക്ഷണമില്ലാതെയും വയറു നിറഞ്ഞു എന്ന് തോന്നിക്കാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മിക്കവാറും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല, ഒരു പക്ഷേ ഭൂമാനന്ദ സ്വാമിജി മാർച്ച് മാസം 22-ാം തീയതി മുതൽ പറയാൻ തുടങ്ങിയതാ. അപ്പം അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ആദരവ്, ബഹുമാനം, ചിലർക്കൊക്കെ സ്നേഹം, അങ്ങനെ പലരും പലതുമാണ് പറയുന്നത്. അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ സ്വാമിജി പറയുന്നത് ശരിയല്ലാതെ ആവില്ല എന്നൊരു തോന്നലായിരിക്കും നിങ്ങൾക്ക്. എന്തായാലും കേട്ടോളൂ. ദിഷ്ടഭുക്കായിട്ട് മലമ്പാമ്പ് പോലെ ഇരിക്കണം എന്നാ പറയണത് അവധൂതൻ. കുറേ ദിവസങ്ങൾ പോലും ഭക്ഷണം കിട്ടിയില്ല എന്ന് വന്നാൽ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ അയ്യോ അയ്യോ എന്നുള്ള പ്രതീക്ഷയൊന്നും പാടില്ല. ആ ഇല്ലായ്മപ്പാട്ട് വിടുക. മനസ്സങ്ങട് നിറയട്ടെ നിറയട്ടെ. മനസ്സിന് നിറയ്ക്കാൻ ഭക്ഷണമല്ല, ആശയങ്ങളാണ്, ഭാവങ്ങളാണ്. ആശയങ്ങളാണ്, ഭാവങ്ങളാണ്. ഭാവമാണ് പോഷകം, അറിവാണ് നമുക്ക് ബുദ്ധിക്കുള്ള പോഷകം. ആ പോഷകം ദാ തരുന്നു മഹാഹിരിവ ദിഷ്ടഭുഗ്. ആചകരവൃത്തനായി മലം പാമ്പ് പോലെ എത്ര ദിവസം വേണമെങ്കിലും ഭക്ഷണം കിട്ടാതെ ഇരുന്നാലും ദിഷ്ടത്തിനെ ഭുജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിക്കോളൂ. ദിഷ്ടത്തിനെ ഭുജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിക്കോളൂ. ശൈതാഹാനി ഭൂരീണി നിരാഹാരോ അനുപക്രമഃ യദി നോപനമേദ്ഗ്രാസോ മഹാഹിരിവ ദിഷ്ടഭുഗ്. ഓജസ്സഹോ ബലയുതം ബിഭ്രദ്ദേഹമകർമ്മകം ശയാനോ വീതനിദ്രശ്ച നേഹേതേന്ദ്രിയവാനപി. അപ്പോ ശ്രീമദ് ഭാഗവതം വിടുന്നില്ല കേട്ടോ, വിടുന്നില്ല. കൃഷ്ണ പരമാത്മാവാണ് ഇവിടെ പ്രവക്താവ്. കേൾക്കുന്നത് പരമഭക്തൻ ഉദ്ധവൻ. നിങ്ങൾ കൃഷ്ണനല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ഉദ്ധവന്മാരാണ്, അംശാംശമായ ഉദ്ധവന്മാരാണ്. ആ ഉദ്ധവൻ ശരണാഗതിയോടുകൂടി കൃഷ്ണനോട് ചോദിച്ച് ആ കൃഷ്ണൻ പറയുന്ന മറുപടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതിനോട് അങ്ങേയറ്റത്തെ ആദരവ് വേണം, ആദരവ് വേണം, ബഹുമാനം വേണം, കൂറ് വേണം, കടപ്പാട് വേണം. അവിടെ പറയാണ് ഓജസ്സഹോ ബലയുതം ബിഭ്രദ്ദേഹം അകർമ്മകം. ഒരവധൂതനാണ് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൽ 3 തരത്തിലുള്ള ബലമാണ്. ഒന്ന് ഓജസ്, പിന്നെ തേജസ് എന്ന് പറയും, സഹം. അവിടുന്ന് അങ്ങോട്ടോ ബലം. ബലം ബലം എന്ന് പറഞ്ഞാൽ മെയ് ശക്തിയാണ്, മെയ് ബലമാണ്. ശരീരത്തിൻ്റെ മെടുക്ക്, നല്ല മാംസപേശികളൊക്കെ ഉണ്ട്. ശരീരം എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൂട്ടാക്കും. കൈ മടക്കി ഇടിച്ചിട്ട് കരിങ്കല്ലിനെ പൊടിപ്പിക്കാം. അങ്ങനെയുള്ള ബലക്കാരുണ്ട് ചിലർ. ചമരിനെയൊക്കെ ഇടിക്കും, ഇടിച്ച് അങ്ങനെ ശരീരത്തിന് ബലമുള്ളവരുണ്ട്. മലർന്ന് കിടന്ന ആനയെ മോള് കൂടി നടത്തുന്നില്ലേ സർക്കസിൽ, അതൊക്കെ ശരീരത്തിൻ്റെ ബല. റെസ്ലേഴ്സ് ഉണ്ടല്ലോ, 2 ആളും കൂടി ചീറ്റി പാഞ്ഞ് കടിച്ച് ഇടിച്ച് തട്ടി താഴത്തിടുക, അങ്ങനെയുണ്ടല്ലോ, മെയ്ബലാണല്ലോ അതൊക്കെ. പിന്നെയോ ഓജസ് എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങൾക്കുള്ളത്. ഇന്ദ്രിയങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ തൊലിക്കുള്ളതല്ല, തൊലി അല്ലാതെ. കണ്ണാണെങ്കിൽ കണ്ണ്, ചെവിയാണെങ്കിൽ ചെവിക്ക്. ചെവിക്കുള്ള ഓജസ് എന്നാ? എത്ര സൂക്ഷ്മ ശബ്ദവും ദൂരത്തു നിന്നായാലും കേൾക്കാൻ പറ്റുന്നതാണ് ചെവിയുടെ ഓജസ്. കണ്ണാണെങ്കിലോ എത്ര ചെറിയ വസ്തു ആയാലും നോക്കി മനസ്സിലാക്കാം, സ്ട്രെയിനില്ലാതെ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഒരു ബലം. പിന്നെയോ മനസ്സിൻ്റെ ബലം. ഇന്ദ്രിയ ബലമുള്ളവർക്ക് മനോബലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മനോബലമുള്ളവർക്ക് ഇന്ദ്രിയ ബലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്കൊക്കെ വയസ്സാവുന്നു. ആ വയസ്സാവുന്ന സമയത്ത്, വയസ്സായാൽ ചെറുപ്പത്തിലുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കുന്നില്ലേ? എങ്ങനെ? മനോബലം കൊണ്ട് ജീവിക്കണം. ഞാൻ എപ്പോഴും പറയും, ആസ് ദ ബോഡി ഗ്രോസ് ഓൾഡ് യു വിൽ ഹാവ് ടു ലിവ് ബൈ ദ മൈൻഡ്സ് ഹെൽത്ത്. എല്ലാവർക്കും ഞാൻ എഴുതണതുമാണ്. ശരീരത്തിന് വയസ്സായി എന്ന് പറഞ്ഞ് നിങ്ങൾ കുലുങ്ങരുത്, കൂസരുത്. അയ്യാ ഒക്കെ ഇങ്ങനെ ചൊല്ലില്ല, പിന്നെ എന്താ ചെയ്യുക? പിന്നെ മക്കളും മരുമക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളായി, പേരക്കുട്ടികളായി. നിങ്ങൾക്ക് യുവാവായി തുള്ളിച്ചാടണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ, വയസ്സാവൂല്ലോ. ഒരു കാലത്ത് നന്നായിരുന്നു, ആ തൊലിയൊക്കെ ചുളിയും,
അങ്ങനെ ചുളിയണല്ലോ അത്. ആ ചുളിഞ്ഞ തൊഴിക്ക് ഒരഴകുണ്ട്. നമ്മുടെ അടുത്ത് ഈ പ്രായമായവരൊക്കെ വരും. അതിൽ പഴയ ആൾക്കാർ, ഞാൻ കുറച്ചൊരു പഴമക്കാരനാണെന്ന് വെച്ചോളൂ, പുതിയ ആളാണെങ്കിലും. അപ്പോൾ ഈ വയസ്സായവരൊക്കെ വന്നാൽ അവരുടെ കയ്യ്, ഈ പഴയ കാലത്തെ വേഷമൊക്കെ വിശേഷമാണല്ലോ, അപ്പോൾ വയറൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ, ആ തൊലി ഇങ്ങനെ കുലു 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 ഇങ്ങനെ മടക്കിയെടുക്കാവുന്ന തരത്തിൽ എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടമാണ് ആ ചുക്കി ചുളുങ്ങിയിട്ടുള്ള തോല്. അവർക്കതിൽ അപ്പോഴും അവരുടെ മുഖത്തിന് നല്ലൊരു കാന്തി ഉണ്ടാവും. കാന്തി, നല്ല കാന്തിയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഓജസ്സഹോ ബലയുധം, മനോബലം കൊണ്ടും മനസ്സിൻ്റെ ആരോഗ്യം കൊണ്ട് വേണം ശരീരത്തിന് പ്രായമാകുമ്പോൾ ജീവിക്കാൻ. വേഗം നടക്കണത് പതുക്കിയാവും. ഞാനിപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിലാണ് നടക്കണത്. ഇവിടെ നടക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ റോഡ് ഇവിടെയുണ്ട്, തപോവൻ വിഹാറിലുണ്ട്. അതുകൊണ്ട് ഇറങ്ങി കയറുമ്പോൾ നല്ല കയറ്റിറക്കാം. ഒരു 10 തവണ കയറി ഇറങ്ങാൻ യുവാക്കൾക്ക് കൂടി പറ്റില്ല. അങ്ങനെയുള്ള കുന്നും ഇപ്പോൾ റോഡുണ്ട്. അപ്പോൾ ആ റോഡിൽ ഞാൻ നടക്കും. അപ്പോൾ ആശ്രമത്തിൽ ചില സന്ദർശകരൊക്കെ വരും. അവർക്കൊരു 60-65 വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ നടക്കാൻ ആദ്യമൊക്കെ പുറപ്പെടും. ഞാൻ ചുടുതു എന്നങ്ങനെ നടക്കുമ്പോൾ അവർ പകുതി ദൂരം നടന്നിട്ട് അവിടെ നിൽക്കും, ഞാൻ മടങ്ങി വരാൻ. ഞാൻ ഇതുവരെയൊക്കെ ഇത്തിരി ചുറുചുറുക്കോട് കൂടിയിട്ടാണ് നടക്കണം. എനിക്ക് ഈ നടത്തത്തോടു കൂടി ശരീരം വേണമെന്നുണ്ട്. നടത്തത്തോടു കൂടി. ഒരു കട്ടിലമ്മയോ കട്ടിലച്ഛനോ ആയിട്ട് ആരും നിങ്ങൾ കഴിഞ്ഞു കൂടരുത്. പെട്ടെന്ന് അങ്ങോട്ട് പോകണം ശരീരം. അതുവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൂടിക്കോളൂ. എന്തെങ്കിലും ചെയ്യുക, അവരവർക്കാകാവുന്നത്. സ്പീഡ് കുറയാം. അപ്പോൾ ബിഭ്രദ്ദേഹം അകർമ്മകം ഓജസ്സഹോ ബലയുധം. ശരീരത്തിന് വയസ്സായാലും നമ്മുടെ മനസ്സ് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആലോചിക്കാൻ സമയം. ശരീരമുള്ളപ്പോൾ ഓടിച്ചാടി അങ്ങനെ ശരീരം, ആ ശക്തി മുഴുവൻ അങ്ങനെ പോകും. ഓടലും ചാടലും കുറയുമ്പോഴാണ് ചിന്തിക്കാനുള്ള സമയം കിട്ടുക. 60 കഴിഞ്ഞാലും അത് കൂടുതൽ നന്നാവുക. അപ്പോൾ ചിന്തിച്ച് അങ്ങനെ കൂടിക്കോളും. ഓജസ്സഹോ ബലയുധം ബിഭ്രദ്ദേഹം അകർമ്മകം. ഓജസ്സോടും സഹത്തോടും ബലത്തോടും കൂടിയ ദേഹം. അകർമ്മകം, പക്ഷേ ജോലി ചെയ്യരുത്. കേൾക്കണല്ലോ നിങ്ങൾ? ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്നത് വലിയൊരു സാഹസികതയാണ്. നിങ്ങൾ വിചാരിക്കും മടിയാണെന്ന്. അല്ല. എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛനമ്മമാർ ചിലപ്പോൾ പറയാറുണ്ട്, അതേ മിണ്ടാൻ്റെ അവിടെ ഇരിക്കുക. അപ്പം മിണ്ടാതെ അവിടെ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ എത്ര നേരം ഇരിക്കും ഞാൻ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വലിയ കുഴപ്പമാണല്ലോ. ഓടാനും ചാടാനും പറഞ്ഞാൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കാം. മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. തമിഴ്നാട്ടിലൊരു പ്രോവർബുണ്ട്. എന്താണ് പരമസാധന എന്നറിയോ നിങ്ങൾക്ക്? ശുമ്മാ ശിവനേനിരു. ചുമ്മാ ഇരിക്കുക. നമ്മുടെ ആധാരത്തിൽ ചിലപ്പോൾ പറയും, ആ നാരായണമേനോൻ സ്വസ്ഥം. എന്താ ഈ സ്വസ്ഥം? സ്വസ്മിൻ സ്ഥിതി സ്വസ്ഥം എന്നാണ് അർത്ഥം. അവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്വസ്ഥത. പക്ഷെ നമ്മൾ ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഒരു ജോലിയില്ല എന്നർത്ഥം. അതാണ് സ്വസ്ഥത. അപ്പോൾ വെറുതെ ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുന്നുണ്ടല്ലോ, ആ മിണ്ടാതെ ശുമ്മേ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സാധനം. അകർമ്മകം ബിഭ്രദ്ദേഹം അകർമ്മകം. പ്രവൃത്തിയെടുക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും, ഓജസ്സുണ്ട്, തേജസ്സുണ്ട്, ശരീരത്തിൻ്റെ ശക്തി, മെയ്യുണ്ട്, ബലമുണ്ട്, ഇത് മൂന്നും ഉണ്ടായിട്ടും ശരീരത്തെ അകർമ്മകമായി ധരിക്കുന്നു. ഒരു പ്രവൃത്തിയും എടുക്കാതെ. ശയാനോ വീതനിദ്രശ്ച. ഇടയ്ക്കിടയ്ക്ക് കിടക്കാറുണ്ട്. കിടക്കണത് എന്തിനാ? ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല. വീതനിദ്രശ്ച. എല്ലാവർക്കും ഉണ്ട് ഉറക്കം പോരാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കം കുറേ ദിവസങ്ങളായിട്ട് പോരായ. എല്ലാവരോടും ഞാൻ പറയും, 24 മണിക്കൂറും 2 കൈയും ഉണ്ടെങ്കിൽ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഉറക്കം പോരായ. അതൊക്കെ ബാക്കിയാണ് അവിടെ. വീതനിദ്രശ്ച എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉറക്കത്തിനെ താണ്ടിക്കിടക്കണം. നിങ്ങൾ ഉറക്കത്തിനെ അതിക്രമിക്കണം. കിടന്നോളൂ ശരീരത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടി. മനസ്സിന് വേണ്ടി കിടക്കരുത്. മനസ്സിനുള്ള ഉത്സാഹം തത്വമനനം കൊണ്ടാണ്, ഈശ്വര ചിന്ത കൊണ്ടാണ്, ശാസ്ത്രപാരായണം കൊണ്ടാണ്. ശാസ്ത്രത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ അങ്ങനെ അയവറത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വേണ്ടത്ര ഉത്സാഹവും ഉണർവും ആനന്ദവും ആഹ്ലാദവും ഉന്മത്തതയും ഒക്കെ ഉണ്ടായിക്കോളും. മനസ്സാണിത് രചിക്കാനുള്ളത്. ശയാനോ വീതനിദ്രശ്ച നേഹേത ഇന്ദ്രിയവാനപി. ഇന്ദ്രിയങ്ങളൊക്കെ നല്ലോണം പ്രവർത്തിക്കുന്നത് ഒരു കോട്ടവും ഒരു കുറവുമില്ല. അങ്ങനെയാണെങ്കിലും നേഹേത, എന്തെങ്കിലും ഒന്ന് ആശയം മുൻനിർത്തി പ്രവർത്തിക്കരുത്. ഇതാണ് ആചകര വൃത്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അധ്യാത്മമാണ് വിഷയം, ഭാഗവതമാണ് ഗ്രന്ഥം. നിങ്ങൾ ഭക്തി എന്ന് വിചാരിക്കുന്നു. ആ ഭക്തി ഗ്രന്ഥത്തിലാണ് ശ്രീകൃഷ്ണൻ 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതം എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവോ 11ാം സ്കന്ധത്തിന് വേണ്ടി. ആ 11ാം സ്കന്ധത്തിൽ ആദ്യമായി തൻ്റെ പൂർവികൻ യദുചക്രവർത്തി അവധൂതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അതേപടിക്ക് ഉണർത്തുകയാണ്. എന്താ അതിനർത്ഥം? ഭക്തന്മാർക്ക് അങ്ങേയറ്റം പ്രിയങ്കരമാവണം ഈ സംവാദം.
നമ്മുടെ ഉൾശക്തികളെ, ഉൾപ്രഭാവങ്ങളെ, ഉൾമേന്മകളെ, ഉദാത്തകളെ, ഉള്ളിലുള്ള ആ പ്രതിഭകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കണു പുറം ലോകത്തിൽ നിന്ന് എത്ര വസ്തുക്കൾ കിട്ടിയോ അത് മുഴുവനും കണക്കാക്കി എണ്ണി പെറുക്കി അതാണ് എൻ്റെ യോഗ്യത. 5 വീട് കെട്ടിയാൽ ഞാൻ വലിയ മുതലാളിയായി. കുട്ടികൾക്ക് എല്ലാവർക്കും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 150 പവൻ സ്വർണം കൊടുത്തു. അവൻ കേമന. ഒരു കേമത്വം ഇല്ല. നിങ്ങൾക്ക് കേമത്വം നിങ്ങളുടെ മനസ്സിൻ്റെ ഹസ്തങ്ങളിലാണ്, നിങ്ങളുടെ ബുദ്ധിയുടെ ഹസ്തങ്ങളിലാണ്. ഉള്ളഴക് എത്രത്തോളം ഉണ്ട് അത് നിങ്ങൾക്കേ അറിയുള്ളൂ. മഹത്വം സമ്പാദിക്കാൻ നോക്കണം. ആ മഹത്വത്തിൻ്റെ പരമാവധിയാണ് ഈ ആചകരവൃത്തി, അവധൂതവൃത്തി. ഓജസ്സഹോ ബലയുധം ബിഭ്രദ്ദേഹമകർമ്മകം ശയാനോ വീതനിദ്രശ്ച നേഹേത ഇന്ദ്രിയവാനപി. ഇനിയൊരു ശ്ലോകം ഉണ്ടല്ലോ, എനിക്ക് വലിയ ഇഷ്ടമാണത്. മുനിഃ പ്രസന്ന ഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയ അനന്തപാരോ ഹ്യക്ഷോഭ്യ സ്ഥിമിതോ ദൈവാർണവഃ. ഇങ്ങനെയൊക്കെ കിടക്കുന്ന മനുഷ്യൻ ഒരു ഊച്ചാളിയാണോ? ഒന്നിനും കൊള്ളാത്തൊരേഭ്യനാണോ അയാള്? അല്ല, അല്ല. അയാൾ എങ്ങനെയാ? മുനിഹി പ്രസന്ന ഗംഭീരഃ. ഐ സംടൈംസ് വണ്ടർ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, is there any kind of a spiritual philosophical description of this kind, this dimension, this magnitude, this potential and magnificence? ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ വിവരിക്കുന്ന ഗുണങ്ങളാണ് ഇവിടെ. മുനിഹി, അധികം സംസാരിക്കാതെ മനനശീലനായിട്ടുള്ളവൻ. ആലോചനയാ കൂടുതൽ, സംസാരം കുറവാണ്. എപ്പോഴും തൻ്റെ അടുത്ത് എല്ലാവരും വരില്ല. ഒരു അവധൂതൻ്റെ അടുത്ത് എത്ര പേർ പോവും? കണ്ടാ വൃത്തിയില്ലാത്തവൻ, ചാക്കുടുത്തിട്ടുണ്ടാവും, മുട്ടിന് മീതിയായിരിക്കും ധരിച്ചിരിക്കുന്നത്, ചിലപ്പോൾ കുളിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് ആരെങ്കിലും പോവില്ല. പിന്നെ ആരോടാ സംസാരിക്കുക? ആരോടും സംസാരിക്കില്ല. അദ്ദേഹത്തിന് സംസാരം ആവശ്യമില്ല. മുനിഹി, മുനിയാണ്, മനനശീലനാണ്. പ്രസന്ന ഗംഭീരഃ, എന്നാൽ മുഖത്തോ നല്ല പ്രസന്നതയുണ്ട്. അത് സാധാരണ പ്രസന്നതയാണോ? കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കോപ്പ് മേടിച്ചു കൊടുത്താൽ അസലായിട്ട് ചിരിക്കും അവർ. വലിയ ഇഷ്ടമാണ്. പുതിയ ഒരു ഡ്രസ്സ് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നു, കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ തുന്നിച്ചങ്ങോട്ട് ഇട്ടാൽ കുട്ടി അല്ല സരസ, വലിയ ഇഷ്ടമാണ്, നല്ലോണം ചിരിക്കും. അങ്ങനെയുള്ളതല്ല. പ്രസന്ന ഗംഭീരഃ, ആ ഗംഭീരമായിരിക്കുന്ന ഒരു പ്രസന്നത. ഈ ഗാംഭീര്യം എവിടെ നിന്ന് വരും? പുറമേ നിന്ന് വരില്ല, അത് ഉള്ളിൽ നിന്നേ വരുള്ളൂ. ഇറ്റ് ഹാസ് ടു എമർജ് ഫ്രം യുവർ ഓൺ വിതിൻ. അപ്പേരൻ്റ്ലി ദ മൈൻഡ് ഹാസ് ബീൻ ഏബിൾ ടു മാസ്റ്റർ ഓർ അച്ചീവ് സംതിങ്, a particular dimension, a level or a magnitude which is normally inaccessible to all the others in this world. ബാക്കിയുള്ളവർക്ക് സാധിക്കാത്തതായ ഒരു ഡയമെൻഷനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. പ്രസന്ന ഗംഭീരഃ. ശരീരത്തിന് യുവത്വം, ശക്തിയുണ്ട്, കഴിവുണ്ട്, സംസാരിക്കാൻ അറിയാം, ചിന്തിക്കാം, ബുദ്ധിയുണ്ട്. എവിടെ പോയി എന്ത് ചെയ്താലും അത് നന്നേ ആവുള്ളൂ, ഒന്നാമനാവും. ആ വക യോഗ്യതകളൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യൻ നിഷ്ക്രിയനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ നിഷ്ക്രിയത്വം പരിശീലിക്കാനും അതിനെ ഒരു പൂർണ്ണ പ്രയോഗമാക്കി തീർക്കാനും എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കണം? വല്ലാത്തൊരു വൈഭവമാണത്. പ്രസന്ന ഗംഭീരഃ ദുർവിഗാഹ്യഃ. ദുർവിഗാഹ്യഃ, ആർക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്നങ്ങോട്ട് കൂടി അളക്കാം എന്ന് പറയുന്നത് സാധിക്കില്ല. അമേയപ്രഭാവനാണ് അദ്ദേഹം. പ്രവേശിക്കാൻ സാധിക്കാത്തവനാ. സാധാരണ എല്ലാവരും പെറു എന്നങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് പോവും. ഇദ്ദേഹത്തിന് അങ്ങനെ സംസാരിച്ചോ പെട്ടെന്ന് വെളിപ്പെടുത്തി എന്ന് വരില്ല. ഈ അവധൂതൻ ഇത്രയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവോ? ചോദിക്കുന്നത് ആരാ? യദു ചക്രവർത്തി. ആരാ? കൃഷ്ണന്റെ തന്നെ പൂർവീകൻ. ആ യദു ചക്രവർത്തിയുടെ ചോദ്യത്തിന് അവധൂതൻ പറയുന്ന മറുപടിയാണ്. ഇത് കേൾക്കുമ്പോൾ രാജാവിന് തന്നെ അത്യത്ഭുതം, അത്യത്ഭുതമാവുക ചെയ്യുന്നത്. ഓ, ഞാൻ കണ്ട അവധൂതൻ ഇത്രയ്ക്കധികം ഗാഠമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനാണോ എന്ന് തോന്നിപ്പോവുക. മുനിഹി പ്രസന്ന ഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയഃ. അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തോടു കൂടി തട്ടിച്ചു നോക്കുമ്പോൾ അതൊരിക്കലും എക്സീഡ് ചെയ്യാനോ എക്സൽ ചെയ്യാനോ പറ്റില്ല, അതിക്രമിക്കാൻ സാധിക്കില്ല. അനന്തപാരഃ. മുനിയുടെ ഉൾഭാഗം, അതിൻ്റെ ഒരു അതിർത്തി നിശ്ചയിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിസ്തീർണം എത്രയാ? ഒരു 10 കിലോമീറ്റർ ആണോ? അല്ലല്ല. 100 ആണോ? അല്ല. ആകാശത്തെ പോലും ഗ്രസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉൾവ്യക്തിത്വം. ആകാശത്തിനെ അളക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പം ആ ആകാശത്തിനെ ഗ്രഹിക്കുന്നതോ ഗ്രസിക്കുന്നതോ ആയ ഒരു അന്തരംഗത്തിനെ എങ്ങനെ അളക്കും?
അളക്കാൻ പറ്റില്ല. ദുർവിഗാഹ്യോ ദുരത്യേഹ അനന്തപാരഃ ഹ്യക്ഷോഭ്യ. ഒരു വിധത്തിലുള്ള ക്ഷോഭവും അതിൽ വരില്ല. എങ്ങനെയാ ക്ഷോഭം വരിക? എന്തെങ്കിലും ഒരാശ അത് നിറവേറിയില്ലെങ്കിൽ വിഷമായി, ആരോടെങ്കിലും ദേഷ്യം അപ്പം സംഘർഷമായി, ചില ഭയങ്ങൾ കടന്നുകൂടുന്നു അപ്പം സമാധാനമില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. അക്ഷോഭ്യനാണ്. അദ്ദേഹത്തിന് ക്ഷോഭിപ്പിക്കാൻ ഇവിടെ എന്താ ഉള്ളത്? ഭക്ഷണവും കൂടി വേണ്ട, മലമ്പാമ്പ് പോലെ കിടക്കാനാ പോണേ എന്ന് തീരുമാനിച്ചാൽ അത്രയ്ക്കും മനോജയം വന്നിട്ടുള്ള ആളെ ആരാ പ്രകമ്പിപ്പിക്കാൻ? ആരുമില്ല, ഒന്നുമില്ല. അക്ഷോഭ്യ സ്ഥിമിതോദൈവാർണവഃ. സമുദ്രം പോലെ അനങ്ങാതെ അങ്ങനെ ഇരിക്കുക, തന്നിൽ തന്നെ നിറഞ്ഞിരിക്കുക. അതിലെന്തൊക്കെയുണ്ട്? മുകളിൽ പലതരത്തിലുള്ള അലകളും ബോറും ടൈഡുമൊക്കെ ഉണ്ടാവാം. പലരും കപ്പലോടിക്കാം, ബോട്ടുകൾ ഓടിക്കാം. അനവധി ജന്തുക്കൾ അവിടെയുണ്ട്. സമുദ്രത്തിൻ്റെ ഉള്ളിൽ പല വൃക്ഷങ്ങളും ഉണ്ട്. ആ വൃക്ഷങ്ങൾക്ക് നല്ല പൊക്കമുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന വൃക്ഷം പോലെ അല്ലാന്നേ ഉള്ളൂ. ഈ മണ്ണ് എങ്ങനെയോ അതുപോലെ തന്നെയാണ് അവിടെയും. ജനനമുണ്ട്, മരണമുണ്ട്, ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, വാഹനങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ചെടികൾ ആ ചോട്ടിൽ മണ്ണിൽ നിന്ന് പുറപ്പെട്ട സമുദ്രത്തിൻ്റെ ഉപരിതലം വരെ എത്തിയിട്ടുള്ള വൃക്ഷങ്ങളുണ്ടെന്നാണ് പറയണേ. ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ എനിക്കുണ്ട്, വേണമെന്ന് തോന്നുന്നില്ല. അനന്തപാരോഹ്യക്ഷോഭ്യ സ്ഥിമിതോദൈവാർണവഃ. ആ സമുദ്രം എന്തിനാണ് ഇളകണത്? അതിനെ ഇളക്കാൻ എന്താ ഉള്ളേ? വല്ലതും ഉണ്ടോ? കാറ്റ് എവിടെയാ ഊതുക? മോളിൽ കൂടി. ഭൂമിയോ? ഭൂമിയുടെ 3/4 ഭാഗം സമുദ്ര. അപ്പോൾ ഭൂമിയൊന്നും സമുദ്രത്തിന് ചെയ്യാൻ പോണില്ല. ആ ഭൂമി ഒന്നിങ്ങനെ മറിഞ്ഞാൽ എന്ത് ചെയ്യും? സമുദ്രവെള്ളം ഒന്നങ്ങോട്ട് മറിഞ്ഞ് വേറൊരു സ്ഥലത്ത് നിൽക്കും. ഈ കടലെടുത്തു എന്നൊക്കെ പറയണത് എന്താ? ഭൂമി ഒരു ചെറിയ അനക്കം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ അതിർത്തി മാറുമല്ലോ. പിന്നെ അതിൽ വന്നു ചേരാനുള്ളത് പുഴകളാണ്. പുഴകൾ എങ്ങനെയാണ് വരണത്? മേഘം മുഴുവനും വർഷമായി പെയ്ത്, മഞ്ഞായി പെയ്ത്, മഞ്ഞുരുകി വർഷവെള്ളം കുറേശ്ശെ ആയി ചേർന്ന് ചെറിയ ഒരു നീർരേഖയായി ഒഴുകി അരുവിയായി മാറി അവിടുന്ന് അങ്ങോട്ട് പുഴയും നദിയും എല്ലാമായി ഒഴുകി അങ്ങോട്ട് വരുന്നു. പക്ഷേ ഈ പുഴ ആരുണ്ടാക്കി? സമുദ്രം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉപരിതലത്തിൽ അംശാംശമായിരിക്കുന്ന ഒരു ഭാഗം നീരാവിയായി മേപ്പോട്ട് പോയി അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച് തണുത്ത് ഒന്നിലോ ഐസ്, മഞ്ഞ് അല്ലെങ്കിൽ മഴയായി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരംശം എന്നിലേക്ക് ഒഴുകി വരുമ്പോൾ എനിക്ക് എന്താ വരാൻ പോണേ? ഒന്നുമില്ല. അപ്പോൾ സമുദ്രത്തിന് എന്താ പേടിക്കാനുള്ളത്? ഭൂമിയെ പേടിക്കണ്ട, കാറ്റിനെ പേടിക്കണ്ട, സൂര്യകിരണങ്ങളെ പേടിക്കണ്ട, പുഴകളെയും പേടിക്കണ്ട. അതുപോലെ ഒരു വ്യക്തിത്വമാണ് അവധൂതൻ്റെ ഉൾവ്യക്തിത്വം. അദ്ദേഹത്തെ ഭയപ്പെടുത്താനോ അദ്ദേഹത്തെ കവച്ചു വയ്ക്കാനോ അദ്ദേഹത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കാനോ മോഹിപ്പിക്കാനോ ആയിട്ടൊന്നുമില്ല. സ്ഥിമിതോദൈവാർണവ. സമുദ്രമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലുള്ള സർവ്വ വൃത്തികേടുകളെയും സമുദ്രമാണ് ഏറ്റെടുക്കുന്നത്. അതിലത്തെ ആ ഉപ്പ് വെള്ളമായതുകൊണ്ട് എന്തവിടെ ഒഴുകിപ്പോയാലും ആ ഒഴുകിപ്പോയതൊക്കെ ശുദ്ധമാവുമല്ലാതെ സമുദ്രത്തിൻ്റെ ഉപ്പുരസത്തിനൊരു മാറ്റോ അതിലൊരു ദുർഗന്ധം പുറപ്പെടുകയോ ചെയ്യില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകം എത്ര വിശാലമായിക്കോട്ടെ, അതിൽ ചില പുഴകളെ പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ കടന്നു വരുന്ന വസ്തുക്കൾ. അത് ദൃശ്യമാവാം, ശ്രവ്യമാവാം, രസമാവാം. അതൊക്കെ നിസ്സാരമാണ്. ഇതൊക്കെ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടേ വരുന്നുള്ളൂ. അവ ബലമായിട്ട് എൻ്റെ ഉള്ളിൽ കടന്നു കയറുന്നില്ല. ഞാൻ സമ്മതിച്ചാലേ വരുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിലേക്ക് വന്നു. എൻ്റെ ഉള്ളോ സമുദ്രം പോലെ വിസ്താരത്തോടു കൂടിയിരിക്കുന്നതാണ്. ഈ വരുന്നതൊക്കെ ചെറിയ പുഴകളെ പോലെയാണ്. അപ്പം ഞാൻ എങ്ങനത്തവനാ? വിശാലനാണ്, ഗാഠനാണ്, ബൃഹത്താണ്, മഹിമയുറ്റവനാണ്. അതിൽ ഈ ക്ഷിപ്രമായിരിക്കുന്ന ലോകവസ്തുക്കൾ തുച്ഛങ്ങൾ ഇങ്ങനെ വന്നാൽ എനിക്ക് എന്തു വരാനാ? ഒന്നും വരണില്ല. അങ്ങനെ സമുദ്രസമനായിരിക്കുന്നവനാണ് അവധൂതൻ മുനി. മുനി പ്രസന്ന ഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യേഹ അഗാധബുദ്ധി അനന്തപാരോഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഇവാർണവ. അജഗരത്തിൻ്റെ കാര്യം പറഞ്ഞു, പാമ്പ് വൃത്തി. ഇനി അദ്ദേഹം 10ാമത്തതിലേക്ക് പോവാണ്. സമൃദ്ധകാമോഹീനോവ നാരായണ പരോ മുനി നോത്സർപ്പേദന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. അടുത്ത ഗുരുവിനെ പറ്റി പറയാണ്. അതെന്താണ്? സമുദ്രം. സമൃദ്ധകാമോഹീനോവ നാരായണ പരോ മുനി. സമൃദ്ധകാമനോ ഹീനനോ ആവട്ടെ. സമൃദ്ധകാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തനിക്ക് ആവശ്യമുള്ളതോ തൻ്റെ ആഗ്രഹമോ പൂർണ്ണമായി നിറവേറി, ഒരു ലോപമുണ്ടായില്ല, സുഭിക്ഷമായിട്ട് കഴിഞ്ഞു, നല്ല ആഹാരം കിട്ടി. അല്ല ഹീനോവ, മനസ്സിൽ തോന്നിയത് പ്രകാരം കാര്യങ്ങൾ നടക്കണില്ല. 2 തരത്തിലാണല്ലോ പോസിബിലിറ്റീസ്. ഒന്നിലോ നമ്മൾ ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ട് നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല. അങ്ങനെ എന്താ വന്നാലും നാരായണ പരോ മുനി. മുനിയുടെ മനസ്സിൽ നാരായണനായിരിക്കണം. നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാ? നാരായണനെ.
നമ്മുടെ ശരീരം തന്നെ നിലനിൽക്കുന്നത് എന്തിനാ? ശരീരത്തിന് വേണ്ടിയിട്ടോ അതോ മനസ്സിനെ നിലനിർത്താനോ? മനസ്സിന് ഒരു ശരീരം ആവശ്യമാണ്. ശരീരത്തിനാണ് ഭക്ഷണാദികൾ. മനസ്സിന് ഭക്ഷണമില്ല. മനസ്സിന് പ്രയോഗിക്കാനും വിനിയോഗിക്കാനുമാണ് ശരീരം. അപ്പം ആ ശരീരത്തിന് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുലുങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സോ നാരായണപരനായിരിക്കണം. നാരായണപരൻ. കേട്ടോളൂ, കാത് കടം മേടിച്ച് കേൾക്കൂ പറയുന്നത്. നാരായണപരഹ എന്താ അതിനർത്ഥം? ആദിനാരായണനെ ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തി പരിപാലിച്ച് അതിൽ ഒരു ഭാഗത്ത് സൃഷ്ടിയും ഒരു ഭാഗത്ത് സ്ഥിതിയും ഒരു ഭാഗത്ത് സംഹാരവും ചെറിയ തോതിലും വലിയ തോതിലുമായി നടന്നുകൊണ്ടിരിക്കുന്നു, സ്ഥിരം നിരന്തരം. അതിനെ സന്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത് പ്രഭാവം, പരമകല്യാണനിധി. അതാണ് വാസ്തവത്തിൽ ആര്? ഈ നാരായണൻ. ആ നാരായണനിൽ പരത്വം, ആ നാരായണനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ആശ്രയിച്ച് മനനം ചെയ്തുകൊണ്ട് അത് വിട്ടെനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ ദേഹം നിലനിൽക്കാനാണ് ഭക്ഷണം. ദേഹം തന്നെ നിലനിൽക്കുന്നത് മനസ്സിന് വിനിയോഗിക്കാനാണ്. അപ്പം മനസ്സുണ്ടെങ്കിലേ പ്രവർത്തനങ്ങളുള്ളൂ. പ്രവൃത്തിയുടെ ഫലങ്ങളും മനസ്സിലാണ് വന്നു വീഴുന്നത്, ഓർമ്മ വയ്ക്കാനും അനുഭവിക്കാനും. അപ്പം മനസ്സാണ് ഇവിടെ മുഖ്യം. മനസ്സിൻ്റെ ഉള്ളിലാണ് ശരീരം. അതുകൊണ്ട് ശരീരത്തിന് വരുന്ന നീക്കുപൊക്കുകളോ ഏറ്റക്കുറച്ചിലുകളോ ഒന്നും എൻ്റെ മനസ്സിനെ പൂർണ്ണമായി ഗ്രസിക്കാനോ വിഴുങ്ങാനോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാരായണപരനായിട്ടിരിക്കണം മുനി. നോത്സർപ്പേതന ശുഷ്യേത. ഒരു തരത്തിലും അഹങ്കരിക്കാതെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കേമനാണ്, കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുക അമിതമായി. അങ്ങനെയില്ല. ഗർവ് കാണിക്കരുത്. ശുഷ്യേത, ചുങ്ങിപ്പോകുകയും അരുത്. പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. ലോകത്തിലും പരിസരങ്ങളിലുമുള്ള പക്ഷികളെ പാമ്പിൻ്റെ അടുത്ത് വരുള്ളൂ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. സമുദ്രത്തിനെ പോലെ സ്ഥിതി എന്താ? സരിദ്ഭിരിവ സാഗര. സാഗരമാണല്ലോ ഇവിടെ ഉദാഹരണം ഗുരുവായിട്ട് പറയുന്നത്. പുഴകൾ എങ്ങനെയാ? മഴ നല്ലോണം പെയ്താൽ പുഴ നല്ലോണം ഒഴുകും. അങ്ങനെ അമിതമായിട്ടുള്ള വൃഷ്ടി ഉണ്ടെങ്കിലോ, ആ വൃഷ്ടി ഉണ്ടെങ്കിൽ വെള്ളപ്പൊക്കം കൂലം കുത്തി ഒഴുകിയിട്ടാണ് പുഴ സമുദ്രത്തിൽ വന്ന് ചേരുക. അല്ല, മഴ വേണ്ടതുപോലെ പെയ്തില്ലെങ്കിലോ വരണ്ടു പോയി പുഴയിൽ വെള്ളമില്ലാതെയാവും. അപ്പം സമുദ്രത്തിന് പുഴ വരണ്ടാൽ ഒരു വരൾച്ചയോ, പുഴ വീർത്തൊഴുകി വന്നാൽ ഒരു സമൃദ്ധിയോ, അങ്ങനെ രണ്ടും വേണ്ട. സമുദ്രത്തിൽ നിന്ന് നീരാവിയായി മഴ പെയ്യില്ലെങ്കിൽ കൂടുതൽ നീരാവിയായി പോവും. ആ നീരാവി ഉണ്ടല്ലോ വെള്ളം, അത് മേഘമായി തീർന്ന് ശരിക്കും മഴയായി വന്നില്ലെങ്കിൽ അതിന് സമുദ്രത്തിന് എന്താ പറയാനുള്ളത്? താൻ തൻ്റെ പാട്ടിലിരിക്കുന്നു. ഉപരിതലത്തിൽ നിന്ന് നീരാവി മേപ്പെട്ടു പോണു. അത് അടിഞ്ഞുകൂടി തണുത്ത് മഞ്ഞും മഴയുമായിട്ട് വരുന്നു. അത് ചിലപ്പോൾ അനാവൃഷ്ടിയാവും, ചിലപ്പോൾ അതിവൃഷ്ടിയാവും. അങ്ങനെ എന്ത് തന്നെ വന്നാലും തനിക്കൊരു ഏറ്റക്കുറച്ചൽ തോന്നാതെ ഇരിക്കാൻ സമുദ്രത്തിന് വകയുണ്ടോ? ഉണ്ട്. എന്താ? അതിൻ്റെ വിസ്താരം, അതിൻ്റെ ആഴം. സമുദ്രത്തിൻ്റെ വിസ്താരവും ആഴവും കൂടി കണക്കിലെടുത്താൽ ഈ പുഴകളും ജലാശയങ്ങളും എത്രയുണ്ടാവും? ആരും അളന്നു നോക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ലക്ഷത്തിലോ കോടിയിലോ ഒരു അംശം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കോടിയുടെ ഒരു അംശത്തിൽ ഏറ്റക്കുറവ് വന്നാൽ സമുദ്രത്തിന് എന്താ ഈ കുലുക്കം വരേണ്ട ആവശ്യം? അപ്പം സാഗരം എങ്ങനെ അവനവനിൽ തന്നെ അനങ്ങാതെ അങ്ങനെ അക്ഷോഭ്യമായിട്ടിരിക്കുന്നുവോ അതുപോലെയാണ് എൻ്റെ ഇരിപ്പ്. ഇതാണ് ഞാൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചത്. സമുദ്രത്തിൻ്റെ വിസ്താരവും ആഴവും ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ അതിന് ഒരു വിധത്തിലുള്ള കുലുക്കവും തോന്നേണ്ടതില്ല. കൂടുതൽ വെള്ളം വന്നതുകൊണ്ട് ഒരു വീർപ്പോ, കുറവ് വെള്ളം വന്നതുകൊണ്ട് ഒരു ചുങ്ങലോ, രണ്ടും ഇല്ലാതെ, ഇടുക്കം തോന്നാതെ വികാസം തോന്നാതെ, സരിദ്ഭിരിവ സാഗര. എത്ര പുഴ ഒഴുകി വന്നാലും ശരി സാഗരത്തിന് ഒരു തരത്തിലുള്ള മാറ്റമോ ഇളക്കമോ ഉണ്ടാവേണ്ടതില്ല. സമൃദ്ധകാമോ ഹീനോവ നാരായണ പരോ മുനി നോത്സർപ്പേതന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. ഇവിടെ സാഗരം കണ്ടു പഠിച്ചു എന്നാണ് പറയുന്നത്. എന്താ പഠിപ്പ്? മനസ്സിനുള്ള ആ സമുദ്രമായിരിക്കുന്ന നില. അതെങ്ങനെയാ ഉണ്ടാവുക? നാരായണ പരോ മുനി. അവിടെയാണ് ആ ഭക്തി. ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് നാരായണനെയാണ്. ആ നാരായണ പരത്വത്തിൻ്റെ പേരിൽ എന്താ ഈ നാരായണൻ? ആരാണത്? ഈ ലോകത്തിന് മുഴുവൻ സന്ധാരണം ചെയ്യുന്ന ഒരു മഹത് ചിത് പ്രഭാവമാണത്. ആ ചിത് പ്രഭാവത്തെയാണ് ഞാനിത് നാരായണൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രഭാവത്തെക്കുറിച്ച് ആലോചിക്കുന്ന മനസ്സ് അതിന് സമമായി തീരണു. ഒരു വിധത്തിലുള്ള വരൾച്ച അതിന് ബാധിക്കുന്നില്ല, ഒരു വിധത്തിലുള്ള കുതിർപ്പും അനാവശ്യമായി അതിന് സംഭവിക്കുന്നില്ല. സമൃദ്ധകാമോ ഹീനോവ നാരായണ പരോ മുനി നോത്സർപ്പേതന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. ഇനി 11-ാമത്തതാ പറയുന്നത്. പതംഗോ മധുഹൃത് ഗജ. പതംഗം മധുഹൃത് ഗജം ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം
തദ്ഭാവൈരചിതേന്ദ്രിയ പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവത് ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരചിതേന്ദ്രിയ. പ്രേക്ഷകരെ, എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു വല്ലായ്മയുണ്ട്, ഒരു എതിർപ്പുമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ അമ്മമാർക്ക് ജനിച്ച കുട്ടികളാണ്. അമ്മമാർക്ക് ജനിച്ച കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീകളെ ഇങ്ങനെ ദുഷിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്കെന്തോ മനസ്സിന് പൂർണ്ണമായിട്ട് സമ്മതം തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്, ചെറുപ്പകാലം മുതൽക്ക് എൻ്റെ മനസ്സിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. അമ്മയും ഒരു സഹോദരിയും. ആ സഹോദരിയുടെ കാര്യം മുഴുവനും ഞാൻ കേട്ടിട്ടില്ല, അമ്മ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ജീവിതത്തിൽ പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞും പറയാതെയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്ത്രീകളോടൊരു അനുഭാവം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ തുടങ്ങിയതാണ്. ആ അനുഭാവം ഒരുപക്ഷെ ഇന്നും എൻ്റെ മനസ്സിലുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ സ്ത്രീകളോട് അങ്ങനെ ഉണ്ടെന്നുള്ളതിന് പുറമെ നമ്മളൊക്കെ ജനിച്ചത് അമ്മയിൽ നിന്നാണ്, അമ്മിഞ്ഞു കുടിച്ച് വളർന്നവരാണ്. ആ അമ്മയ്ക്ക് സമാനമായിരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീ ശരീരത്തെയും എങ്ങനെ അങ്ങനെ ദുഷിച്ച് സംസാരിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. അതേ സമയത്ത് ഞങ്ങളുടെ ആശ്രമത്തിലുള്ള മാജി അടക്കം പറയും, ഓരോ സ്ഥലത്തിൽ അക്രമങ്ങളും തെറ്റായിട്ടുള്ള പെരുമാറ്റവും കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ഞാൻ തുറന്നു പറയുന്ന ആളാണ്. തുറന്നു പറഞ്ഞാൽ ഇത്ര പറയരുതെന്ന് എന്നോട് ചിലർ പറയാറുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ പല ആൾക്കാരും വരും, യാത്രികളായും അതിഥികളായും താമസിക്കാനും ഒക്കെ വരും. അപ്പം ഞങ്ങളുടെ ആശ്രമത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യമേ മുതൽക്ക് മാതാജി സുലഭാദേവി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ മാജിയും പുതിയ സ്വാമിജിയും കൂടി വന്നു. അങ്ങനെ സ്ത്രീ സന്യാസിനിമാരുള്ള ഒരു ആശ്രമം. അത് സാധാരണ ആശ്രമങ്ങളിൽ അങ്ങനെ പതിവില്ല. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ മാത്രം, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ മാത്രം. ഞങ്ങളുടെ വ്യാസത ഭവനത്തിലും ഇതുപോലെയാണ്. ഞാൻ സന്യസിച്ചതോടുകൂടി ഞങ്ങളുടെ ആശ്രമത്തിൽ വേറെ ചിലരും സന്യസിച്ചു. നമ്മുടെ പൂർവാശ്രമത്തിലെ ജ്യേഷ്ഠൻ്റെ ധർമ്മപത്നി സന്യസിച്ചു. ആ മാതാജി അവിടെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പൂർവാശ്രമത്തിലെ അമ്മയും ഞങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ സ്ത്രീജനങ്ങൾക്ക് വന്നു പോകാൻ വളരെ ഒരു സുരക്ഷിതത്വവും ഒരു സ്വാതന്ത്ര്യവും അവർക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിലെയും സ്ഥിതി അതാണ്. അങ്ങനെയൊക്കെ ആയാലും ഇവിടെ സന്യാസിമാരടക്കം പലരും വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയിൽ ചിലരുടെയൊക്കെ പെരുമാറ്റവും സംസാരവും കണ്ണുമൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ പറയുമ്പോൾ മാജി ഇടയ്ക്കിടയ്ക്ക് പറയും, ഇത് തന്നെയാണ് കാമിനി കാഞ്ചനം കാമിനി കാഞ്ചനം എന്ന് പറഞ്ഞ് രാമകൃഷ്ണദേവൻ ധാരാളം പറയുന്നത്. ഈ രാമകൃഷ്ണദേവൻ കാമിനി കാഞ്ചനം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സ്വല്പം ചൂടാണ് തോന്നുന്നത്. ഓ, ഇത്ര പറയണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിൽ ഒരു കലവറയില്ലാതെ എൻ്റെ പ്രേക്ഷകരോട് ഞാനത് പറയാം. എന്നാലും ഭാഗവതം പറയണത് കേട്ടോളൂ. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരചിതേന്ദ്രിയ പ്രലോഭിത പതത്യന്തേ തമസ്യഗ്നൗ പതംഗവത്. ഇത് വാസ്തവമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് എത്ര പേർക്കാണ് വാസ്തവം? ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളെല്ലാവരും ഇങ്ങനെ സ്ത്രീകളുടെ പിന്നാലെ ഓടുന്നവരാണോ? എന്താ ഈ പറയുന്നത്? നമ്മൾ മനുഷ്യരല്ലേ? ആര് പറഞ്ഞു കല്യാണം കഴിക്കണ്ടെന്ന്? ആര് പറഞ്ഞു 2 കുട്ടികൾ വേണ്ടാന്ന്? ഗൃഹസ്ഥാശ്രമത്തിനെ പറ്റി വേണ്ടത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഒതുക്കത്തോടുകൂടി, ഒരു മെരുക്കത്തോടു കൂടി നമ്മൾ ജീവിക്കണ്ടേ? കണ്ടതിൻ്റെ ഒക്കെ പിന്നാലെ ഓടിപ്പോവുക, ഇതെന്താ? അത് കാളയും പശുവാണോ നമ്മൾ? ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം. എന്നാൽ ഞാൻ പല സ്ഥലത്തും പോയി ബ്രഹ്മവിദ്യാ പ്രചാരം, സത്സംഗം, ജ്ഞാനയജ്ഞം നടത്താൻ പോയപ്പോൾ എന്നെയൊക്കെ നോക്കി ശുശ്രൂഷിച്ച് അവരുടെ കുടുംബത്തിൽ ഒരു കുടുംബാംഗത്തെ പോലെ പരിരക്ഷിച്ചു പോകുന്നവർ സ്ത്രീജനങ്ങളാണ്. അവരൊക്കെ മുത്തുകളായിട്ടുള്ള സ്ത്രീകളാണ്. ഒരു തരത്തിലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. അത്ര നല്ല നല്ല സ്ത്രീകളാണ്. അപ്പം അങ്ങനെയുള്ളവരായിട്ടാണ് എനിക്ക് പരിചയം. അപ്പം ഈ സ്ത്രീകളെ പറ്റി വിമർശിക്കുന്ന സമയത്ത് ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിൽ എപ്പോഴും അതിനൊരു ഇഷ്ടക്കേടുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണം കേട്ടോ. നിങ്ങൾ അറിയണം, അത്രേ വേണ്ടൂ. ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം തദ്ഭാവൈരചിതേന്ദ്രിയ. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ദേവമായയാണെന്നാണ് അവധൂതൻ പറയണത്. അവധൂതൻ അത് പറയാമല്ലോ. പിന്നെ അവധൂതൻ പറയണത് മുഴുവനും അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത്. എപ്പോഴൊരിക്കൽ ഒരു ശാസ്ത്രകാരൻ ശാസ്ത്രം രചിക്കുന്നുവോ ആ ശാസ്ത്രകൃത്തിന് മനുഷ്യരാശിയെ മുഴുവനും കണക്കിലെടുക്കേണ്ടി വരും. അതുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് സംസാരിക്കാനോ എഴുതാനോ പറ്റില്ല. മനുഷ്യരാശിയുടെ പൂർണ്ണമായിരിക്കുന്ന ഒരു വീക്ഷണം ആ ആളുടെ ഉള്ളിൽ വേണം. അപ്പം അവധൂതൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ശാസ്ത്രം പറയുമ്പോൾ അത് സമഗ്രമായി പറയുകയാണ്. ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം. ഭാഗവതം സ്ത്രീയെ ചിത്രീകരിക്കുന്നത് ദേവമായയായിട്ടാണ്. തദ്ഭാവൈരചിതേന്ദ്രിയ. ആ സ്ത്രീ ശരീരത്തിലൂടെ, മുഖത്തിലൂടെ, ചുണ്ടിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ, കൈവിരലുകളിലൂടെ, മാർത്തറത്തിലൂടെ
അവരുടെ ആ ചലനങ്ങളും ഭാവങ്ങളുമൊക്കെ ഉണ്ടല്ലോ. തദ്ഭാവൈ, അതിനാൽ അജിതേന്ദ്രിയനായി, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്തവനായി, പ്രലോഭിത, പ്രലോഭപ്പെട്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു കല്യാണം വേണം, സമ്മതിച്ചു. കല്യാണം വരെ മിണ്ടരുത്. ഞാൻ ബ്രഹ്മചാരിയ, കല്യാണം കഴിച്ചിട്ടാവാം നമ്മുടെ ദാമ്പത്യവും സ്ത്രീ വീഴ്ചയൊക്കെ എന്ന് പറഞ്ഞ് നീക്കി വയ്ക്കുക. കല്യാണം കഴിഞ്ഞാലോ ആരോടുകൂടി കല്യാണം കഴിഞ്ഞോ അവരിൽ മാത്രം ഒതുക്കി നിർത്തണം. അതിലിപ്പോൾ 1-2 കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് പ്രായം മൂപ്പ് ഇങ്ങനെ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഉപശമനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരു 8-9 വയസ്സാവുമ്പോൾ കുട്ടികൾ കാണും കേൾക്കും എന്ന് മനസ്സിലാക്കി ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള പെരുമാറ്റത്തിന് വിശിഷ്ടമായ സംയോജിതമായിരിക്കുന്ന ഒരു നിയന്ത്രണവും സഭ്യതയും വരണം. ഇതൊക്കെ പ്രകൃതി ഭംഗിയായിട്ട് നമുക്ക് നല്ലോണം സൗകര്യം തന്നിട്ടുള്ളതാണ്. എത്ര കാലം വേണം? ഒരു 25-28 വയസ്സിൽ കല്യാണം കഴിയും. 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഗർഭവതിയായി ഭാര്യ പ്രസവിച്ചു. ആ കുട്ടിക്ക് ഒരു 10-12 വയസ്സായി. അപ്പോൾ എല്ലാം കൂടി എത്രയായി? ഒരു 40-42 വയസ്സ്. ഒരു 40-42 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ച് പുതുമോടിയെ പോലെ പെരുമാറാൻ പറ്റില്ല. എപ്പോഴൊരിക്കൽ ഒരു കുട്ടി ജനിച്ചോ അപ്പോൾ പുരുഷൻ്റെ മനസ്സിൽ പിതൃഭാവം വരണം, സ്ത്രീയുടെ മനസ്സിൽ മാതൃഭാവം വരണം. ആ കുട്ടികളെ മുല കൊടുത്ത് നമ്മൾ വളർത്തി കൊണ്ടുവരികയാണ്. ഇതിനൊക്കെ വലിയ അർത്ഥമാണ്. അപ്പോൾ ആ കുട്ടികളെ വളർത്തി കൊണ്ടുവരുമ്പോൾ 10 വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞാൽ അവർ തന്നെത്താനെ നടക്കും, സ്വന്തം കണ്ട് പഠിക്കാനുള്ള സമയമാണ്. 13 എന്ന് പറഞ്ഞാൽ വളരെ അധികമായി. അപ്പോൾ അവരവരുടെ സ്വന്തം ബുദ്ധിയും ഒരു സ്വത്തും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ അച്ഛനമ്മമാരാണ് ആദ്യം അവർക്ക് നോക്കാൻ പാത്രമായി തീരുക. അവരെ കണ്ടിട്ടാണ് എല്ലാം പഠിക്കുക. അങ്ങനെ കുട്ടികളുള്ള സമയത്ത് പുതുമോടിയോടുകൂടി ദമ്പതികളായിട്ടൊന്നും കഴിഞ്ഞുകൂടാൻ അവർക്ക് പറ്റില്ല. കുട്ടികളുണ്ട് എന്ന് വിചാരിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇതാ കുട്ടികളുണ്ട് കേട്ടോ, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പാരസ്പര്യത്തോടുകൂടി അവർ തന്നെ മെരുക്കിയെടുക്കണം. ഇത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതെന്താ ഞാൻ പറയുന്നത്? ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത എന്നുള്ളതാണ്. ഈ പ്രലോഭനം സ്ത്രീ ശരീരത്തെ കാണുമ്പോൾ എന്തിനാ നമുക്ക് ഇത്രയധികം? ഇതിൻ്റെ ഒരു ആവശ്യം എന്താ? പ്രലോഭനമാണോ വേണ്ടത്? അതോ അതിനേക്കാൾ സൗമ്യമായിരിക്കുന്ന ചില ശീലവും പ്രതികരണവുമാണ് വേണ്ടത്? പുരുഷനും സ്ത്രീയും അവിഭാജ്യമാണ് ഏത് മാമൽസിലും. ഗർഭാധാനം എന്നുള്ള ജീവികൾ ആരുണ്ടോ ആ ജീവികൾക്കൊക്കെ പുരുഷൻ സ്ത്രീ എന്നുള്ള ലിംഗവ്യത്യാസം ഉണ്ടാവും. ചെടികളിലും കൂടിയുണ്ട്. പക്ഷേ ചെടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള നാണം മാനമൊന്നും ആവശ്യമില്ലല്ലോ. തുറന്ന ജീവിതമല്ലേ. നമുക്കല്ലേ ഈ വേഷം, പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളുള്ളത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് വേണം? വളരെ ഒതുങ്ങി ഭംഗിയായിട്ട് ജീവിക്കണം. ഒരിക്കലും പ്രലോഭനം ഉണ്ടാവരുത്. പ്രലോഭനത്തിന് എന്താ സ്ഥാനം? വിവാഹം കഴിച്ചോളൂ, വിവാഹം കഴിച്ച് ജീവിച്ചോളൂ, അച്ഛനമ്മമാരായിക്കോളൂ. അപ്പോഴേക്കും പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവും. അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തി കൊണ്ടുവരണം, കല്യാണം കഴിച്ചു കൊടുക്കണം. മരുമകനായി മരുമകളായി ഇവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ ആദരണീയരായി ജീവിക്കണമെങ്കിൽ ആ ആദരണീയമായ ഒരു പെരുമാറ്റവും ഒരു പാകവും നിങ്ങൾക്ക് വേണം, ഒരു പക്വത. ആ പക്വതയ്ക്കൊക്കെയുള്ള സമയമാണ് ഈ ഗൃഹം, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ. ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ. ആ സ്ത്രീകളുടെ പല വിധത്തിലുള്ള ഭാവവിലാസങ്ങളാൽ അജിതേന്ദ്രിയനായവൻ എന്തു ചെയ്യുന്നു? പ്രലോഭിത, പ്രലോഭിപ്പിക്കപ്പെട്ടവനായി. പതത്യന്ധേ, തമസ്സിൽ, ഇരുട്ടിൽ, അന്ധകാരത്തിൽ വീണു. തമസ്യ അഗ്നൗ പതംഗവത്. തമസി എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിൽ, അറിവില്ലായ്മയിൽ, അജ്ഞാനാന്ധകാരത്തിൽ, പതംഗവത്, കത്തുന്ന തീ കണ്ടിയാൽ ഈയാമ്പാറ്റ എത്രയാ നുഴമ്പുകളൊക്കെ അങ്ങോട്ടങ്ങോട്ട് പോണത്. പോയാൽ അവർക്ക് സംഭവിക്കുന്നത് എന്താ? മരണം. അപ്പം മരിക്കാനാണ് അടുത്ത് ചെല്ലണത്. അതേമാതിരി ഒരു സ്ത്രീയെ കണ്ടാലോ സ്ത്രീകളുടെ ലീലാവിലാസങ്ങൾ കണ്ടാലോ ഭ്രമം തോന്നി അതിൽ നശിച്ചു പോവുക ശരിയല്ല. എന്നാൽ പലരും അതിനിടവരുത്തുന്നവരാണ്, അതിന് വിധേയരാണ്. അത് മനസ്സിലാക്കി ഇവിടെ അവധൂതൻ പറയുകയാണ്, വളരെ സൂക്ഷിച്ചു വേണം സ്ത്രീ ശരീരത്തോട് നിങ്ങൾ പെരുമാറാനും അടുക്കാനും. ദൃഷ്ട്വാ സ്ത്രീയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവത്. യോഷിദ്ഹിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യാ പതംഗവത് നശ്യതി നഷ്ടദൃഷ്ടി. അതൊന്നും കൂടി വിവരിച്ച് പറയുകയാണ്. എന്തിലൊക്കെയാ നമുക്ക് ആകർഷണം? യോഷിത് ഹിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു. യോഷിത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഹിരണ്യം സ്വർണം, അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആഭരണം. ഇന്നത്തെ കാലത്ത് പലരും പുരുഷന്മാരായാലും കഴുത്തിൽ നല്ലൊരു സ്വർണ്ണ ചെയിൻ ഇടും, കയ്യിലും ചിലപ്പോൾ ഇടും.
സ്വർണം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞങ്ങോട്ട് വിട്ടുകൊടുക്കുന്നവരല്ല. അപ്പോൾ എന്തായാലും സ്ത്രീകളോട് എന്നതുപോലെ സ്വർണ്ണാഭരണങ്ങളോട് അതുമാതിരി പലതരത്തിലുള്ള അമ്പരം വസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിരിക്കുക. കല്യാണത്തിന് സാരി മേടിക്കണം, അത് എത്രയാ? കല്യാണത്തിന് മാത്രമേ ഉടുക്കുള്ളൂ. എന്താ വില? 10,000, 20,000, 30,000 ഒക്കെയാണ് ഒരൊറ്റ ദിവസം ഉടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. പക്ഷേ ആ അമ്പരത്തോടെ വസ്ത്രത്തോടൊരു ഭ്രമമുണ്ട്. യോഷിത് ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു അങ്ങനെ തുടങ്ങി. ഇനി വിലപിടിച്ച സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ, പലരും വിലപിടിച്ച സാധനങ്ങൾ ക്രിസ്റ്റൽ ഹാൾസ് പോലെയുള്ളതൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ച് എല്ലാവരും വരുമ്പോൾ ഞാൻ കേമനാണ്, എനിക്ക് ഉദ്യോഗമുണ്ട്, ശമ്പളമുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഒരു പ്രദർശന രൂപത്തിൽ ഈ വക ക്യൂരിയോസൊക്കെ മേടിച്ച് സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊക്കെയുള്ള മായാരചിതേഷു മൂഢ, ഈ വസ്തുക്കളൊക്കെ മായാശക്തിയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലോകം മുഴുവനും മായാരചനയാണ്, നമ്മുടെ ശരീരമടക്കം. എന്തൊക്കെ നമ്മൾ നല്ലത് മേടിച്ചാലും മായയുടെ ഉള്ളിലാണത് കിടന്ന് കളിക്കുന്നത്. എല്ലാം തന്നെ ക്ഷണികമാണ്, മർത്യമാണ്, നശ്വരമാണ് എന്നുള്ളൊരു വാസ്തവം അവിടെയുണ്ട്. യോഷിത് ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യാ. ഇതൊക്കെ കണ്ടാൽ ഉടനെ അത് അനുഭവിക്കണം എന്നങ്ങോട്ട് തോന്നുകയായി. ആ അനുഭവിക്കണം എന്നുള്ള തോന്നലുണ്ടല്ലോ, കണ്ടതൊക്കെ അനുഭവിച്ചോളണം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സദ്യക്ക് പോയി, അപ്പോൾ അവിടെ 10 പറ അരി വെച്ചിട്ടുണ്ട്, ഒരു ചരക്ക് നിറച്ച പാലട പ്രഥമനുമുണ്ട്. അത് മുഴുവനും നമ്മൾ കഴിക്കില്ല, നമുക്ക് വേണ്ടത് കഴിക്കും. അപ്പോൾ ഈ ലോകത്തിൽ അനവധി സ്ത്രീകളുണ്ടാവാം, ടൺ കണക്കിന് സ്വർണം ഉണ്ടാവാം. നമുക്ക് എത്രയും ആവശ്യം? നമുക്ക് ആവശ്യമുള്ളത് ഒരു വിവാഹം, അതിലുണ്ടാവുന്ന 2 കുട്ടികൾ, ഒരു വീട് 2 or 3 മുറിയുള്ളത്, അതിന് വേണ്ട അലമാറയും സാമഗ്രികളും ഒക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും കുറച്ചൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കും ചിലതൊക്കെ എടുത്തു വയ്ക്കുക എന്നല്ലാതെ ഇത് വിട്ടിട്ട് പിന്നെ എന്തിനാ? പിന്നെ എന്ത് കണ്ടാലും അയ്യോ അത് അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ആ തോന്നലിൻ്റെ അർത്ഥം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നാ. നിങ്ങൾ അനുഭവിക്കണില്ലേ? ഭാര്യയില്ലേ, ഭർത്താവില്ലേ, കുട്ടികളില്ലേ, വീടില്ലേ? പിന്നെയും നല്ല വീട് വേറൊരെണ്ണം കാണുമ്പോൾ ഇതുപോലെ എന്ന് തോന്നേണ്ട ആവശ്യം എന്താ? ഹ്യുപഭോഗ ബുദ്ധിയ, അത് അനുഭവിക്കണം എന്നുള്ളൊരു ബോധം. അങ്ങനെയുള്ള ബോധമല്ല വരേണ്ടത്, ഉപഭോഗ ബുദ്ധി അല്ല അവിടെ വേണ്ടത്, ഉപേക്ഷാബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. പതംഗവത് നശ്യതി നഷ്ടദൃഷ്ടി. ആ പാറ്റ അഗ്നിയെ കണ്ടാൽ എങ്ങനെയാണോ കാഞ്ഞു കയറി മരിച്ചു പോണത് സ്വതവേ, അതുപോലെ ഈ യോഷിത് ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു മായാരചിതേഷു മൂഢ, ഈ സാധനങ്ങൾ, സ്ത്രീ, സ്വർണ്ണാഭരണങ്ങൾ, പല വിധത്തിലുള്ള അഴകേറിയ വസ്ത്രങ്ങൾ, ക്യൂരിയോസ് എന്ന് തുടങ്ങിയ എല്ലാറ്റിലും അനുഭവിക്കണം എന്നുള്ള പേരിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാറ്റ നശിച്ചു പോകുന്നത് പോലെയാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള കാരണം എന്താ? ആരും ഈശ്വരന് കാട്ടി വിരൽ ചൂണ്ടണ്ട, നഷ്ടദൃഷ്ടി, അതാണ് കാരണം. നമുക്ക് ശരിയായിട്ടുള്ള ഒരു ദൃഷ്ടി, കാര്യങ്ങളെ വിലമതിക്കാനുള്ള ഒരു ബോധമോ വിവേകമോ നമുക്കില്ല. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ദൃഷ്ടിയോട് കൂടിയവനായി മനുഷ്യൻ നശിക്കുന്നു. സ്തോകം ഗ്രസേദ്ഗ്രാസം ദേഹോ വർത്തേത യാവത ഗൃഹാൻ അഹിംസന്നാധിഷ്ഠേത് വൃത്തിം മാധുകരീം മുനി. അടുത്തത് എത്രാമത്തതാ? 12ാമത്തതാണെന്നാണ് എൻ്റെ തോന്നല്. പതംഗോ മധുകൃത് ഗജഹ. പതംഗം പാറ്റയുടെ കാര്യം പറഞ്ഞു. ഇനി മധുകൃത്, തേൻ ശേഖരിച്ചിങ്ങനെ എടുക്കുന്നത്, അതെന്താ? തേനീച്ച. ആ തേനീച്ചയുടെ കാര്യമാണ് ഇനി പറയുന്നത്. അതും എൻ്റെ ഗുരുവാണ്. ആ തേനീച്ചയിൽ നിന്നും ഞാൻ ചിലതൊക്കെ പഠിച്ചു. എന്താ പഠിച്ചത്? സ്തോകം ഗ്രസേത് ഗ്രാസം ദേഹോ വർത്തേതയാവത. നോക്കൂ ആ നിയന്ത്രണം, അവധൂതൻ്റെ മനസ്സിലുള്ള നിയന്ത്രണം. സ്തോകം ഗ്രസേത് ഗ്രാസം. നമുക്ക് വേണ്ട കവിളം, ഒരു കവിൾ ഭക്ഷണം, എത്ര കവിള് എന്നുള്ളതാ ചോദ്യം. ആ വേണ്ട ഭക്ഷണം സ്തോകം ഗ്രസേത്, കുറേശ്ശെയായിട്ടേ കഴിക്കാൻ പാടുള്ളൂ. എന്താ ഈ കുറേശ്ശ? ഒരു വീട്ടിൽ പോവരുത്. ഒരു വീട്ടിൽ പോയിട്ട് എൻ്റെ വയറ് മുഴുവൻ നിറയ്ക്കണം എന്ന് പറയണ്ട. അവർക്ക് കുറച്ച് തരാൻ തോന്നും, അത് അവിടുന്ന് മേടിക്കുക. ഏതുപോലെ? തേനീച്ച ഏതെങ്കിലും ഒരു പുഷ്പത്തിൽ ചെന്നിരുന്നാൽ ആ ഉള്ള തേൻ മുഴുവൻ അത് കുടിക്കില്ല, കുറച്ചെടുക്കും, എൻ്റെ പാട്ടിൽ അപ്പുറത്ത് പോകും. അതുപോലെ കുറേശ്ശെയായി ഓരോ വീട്ടിൽ നിന്ന് മേടിക്കണം ഗ്രാസം, കബളങ്ങൾ. വയറ് നിറച്ച് ഭക്ഷണം ഒരു വീട്ടിൽ നിന്നെന്ന് വിചാരിക്കരുത്. ദേഹോവർത്തേതയാവത, ദേഹം നിലനിൽക്കാൻ മാത്രം എന്തു വേണോ അതിനുള്ളത് മേടിക്കുക. വയറ് നിറച്ച് ഊണ് കഴിക്കുക എന്നുള്ളതല്ല. ഞാനിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. പൂരയേത് അശനേനാർദ്ധം തൃതീയമുദകേനതു
വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥമവശേഷയേത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി വയറിനാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പൂരയേത് അശനേന അർദ്ധം. ഭക്ഷണം കൊണ്ട് പകുതി വയറ് നിറയ്ക്കുക. പിന്നെയോ പകുതി കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതിയുണ്ട്. അതിലത്തെ ഒരു പകുതി എന്ന് പറഞ്ഞാൽ 4/1. തൃതീയമുദകേന തൂ. ആ 3-ാം ഭാഗം വെള്ളം കുടിച്ചിട്ടാ. വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥമവശേഷയേത്. ആ 4-ാമത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വായുവിന് സഞ്ചരിക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പം ഇവിടെയും അദ്ദേഹം പറയണത് എന്താ? ദേഹോ വർത്തേത യാവതാ ക്ഷുത് വ്യാധിശ്ച ചികിത്സ്യതാം എന്നിങ്ങനെ മുമ്പ് ഞാൻ പറയുണ്ടായി. ശങ്കരാചാര്യർ ഉപദേശപഞ്ചകം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വിശപ്പിനെ നാം ഒരു വ്യാധി പോലെ കാണണം. എന്നിട്ട് മരുന്നുകൊണ്ട് വ്യാധിയെ ചികിത്സിക്കുന്ന മാതിരി ഭക്ഷണം ഒരു മരുന്ന് പോലെയാണ് നാം ഉപയോഗിക്കേണ്ടത്. പട്ടിയെ പോലെയോ ആനയെ പോലെയോ തിന്നൊടിക്കുക അതാവരുത് നമ്മുടെ ഉദ്ദേശം. ദേഹോ വർത്തേതയാവത ഗൃഹാൻ അഹിംസൻ ആതിഷ്ഠേത്. എന്താ ഇങ്ങനെ ഒന്ന് നിശ്ചയിച്ചത്? അവനവനൊരു നിയന്ത്രണം, അതിലും മീതെ. നമ്മളിവിടെ ഭക്ഷണം സ്വയം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. വല്ലവരും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ലേ നമ്മൾ മേടിക്കണത്? അതെ. ഒരു പക്ഷേ നമ്മളവിടെ പോകുന്നവർ വിചാരിച്ചിട്ടില്ലെങ്കിലോ? ഒരു വീട്ടിൽ 4 ആളുണ്ട്. പതിവ് പോലെ 4 ആൾക്ക് ഭക്ഷണം വെച്ചു. ഒരു അവധൂതനോ ഒരു യതിയോ അവിടെ ചെന്നു. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു. ഉടനെ വീട്ടുകാർ പുറത്തു വന്ന് നോക്കി. ഇതാ ആദിനാരായണ മൂർത്തിയാണ് വന്നിരിക്കുന്നത്, ഒരു അതിഥി സന്യാസി ഭിക്ഷു. വേഗം അവർ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടു കൊടുക്കും. 4 ആൾക്ക് വേണ്ടിയിട്ടേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിന്ന് ഒരു ഷെയർ എടുത്ത് കൊടുത്താൽ അവർക്ക് കുറയാൻ പാടുണ്ടോ? പാടില്ല. ഈ പോയ ആൾ കൂടുതൽ കഴിച്ചാലോ? അത് ശരിയല്ല. അതാണ് അവിടെ പറയുന്നത്. ഗൃഹാൻ അഹിംസൻ ആതിഷ്ഠേത്. ഒരൊറ്റ വീടിനും നമ്മൾ ചെന്ന് ചോദിച്ചു ഓർക്കാപ്പുറത്ത് ഭക്ഷണം തന്നു എന്ന് പറഞ്ഞ് അതൊരു ലോഡോ ഒരു ഭാരമോ ആവരുത്. അതുകൊണ്ട് എന്ത് വേണം? ഗ്രാസം, ഒരു കവളോ 2 കവളോ മേടിച്ചാൽ മതി അവിടുന്ന്. ഗൃഹാൻ അഹിംസൻ. ഒരൊറ്റ ഗൃഹത്തെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കരുത്. അവരുടെ പതിവ് റുട്ടീനും പതിവ് തയ്യാറെടുപ്പിലും നമ്മളൊരു ഇടപെട്ട് അതിനൊരു തടസ്സമോ ഒരിടച്ചലോ ഉണ്ടാക്കാത്ത തരത്തിൽ ഭദ്രമായി ആധിഷ്ഠേത് വൃത്തിം മാധുകരീം മുനി. അതാണ് ഞാൻ തേനീച്ചയുടെ അടുത്ത് മനസ്സിലാക്കിയത്. തേനീച്ച പല പുഷ്പങ്ങളിലും പോയി ചെന്നിരിക്കും. കുറേശ്ശെ തേനയെ എടുക്കാറുള്ളൂ. ആ തേനീച്ച പലതിലും ഒരു പൂവിൽ ചെന്നിരുന്നു, ഉള്ളത് മുഴുവൻ കുടിച്ചു മടങ്ങി വന്നു. അതല്ല തേനീച്ചയുടെ സ്വഭാവം. ഇനിയും തേനീച്ചകളുണ്ട്, അവരും വന്നിരിക്കും. അപ്പം അത് ആ തേനീച്ചയ്ക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് കുറേശ്ശെ പല പുഷ്പങ്ങളിൽ നിന്നും എടുക്കുകയാണ്. ആ മാധുകരി വൃത്തിയാണ് മുനി അഭ്യസിക്കേണ്ടത്. മാധുകരി ഭിക്ഷ എന്ന് പറഞ്ഞ് കാശിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും അത് പറഞ്ഞു കേൾക്കാം. ചില സന്യാസിമാർ മധുകരി ഭിക്ഷ എന്നാണ് അവർ പറയുക, മാധുകരി എന്ന് പറയാറില്ല. മധുകരി ഭിക്ഷയ്ക്കാണ് പോവാറുള്ളത്. മധുകരി ഭിക്ഷ എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ നിന്നും കുറേശ്ശെ ആയിട്ട് കയ്യിൽ മേടിച്ച് കഴിച്ച് മടങ്ങി വരികയാണ്.